ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ ഗോട്ട് മൂവിയിൽ ഒരു പാട്ട് എഴുതിയ ഗംഗേ അമരൻ ഗോട്ട് മൂവിയെ പറ്റി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. അപ്പോൾ നേരെ സമയമൊന്നും മൈൻഡ് ചെയ്യാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ടൈറ്റിൽ ഒരു ഇംഗ്ലീഷ് ടൈറ്റിലാണ്, ഒരു ക്വാളിറ്റി ടൈറ്റിലും. അതുപോലെ തന്നെ പോസ്റ്റേഴ്സ്, ഗ്ലിംസ് എല്ലാം കണ്ടിട്ട് നമുക്ക് പടത്തിന് മേലൊരു ധാരണ വരുമല്ലോ. അതൊരു ആക്ഷൻ മൂവി എന്ന രീതിയിലായിരിക്കും നമ്മളെല്ലാവരും ചിന്തിച്ച് വെച്ചിരിക്കുക. ആ രീതിയിൽ തന്നെയാണ് പ്രൊഡക്ഷൻ ടീമിന്റെ PR വർക്ക്സ് നടന്നു പോകുന്നത്. നല്ലൊരു ആക്ഷൻ മൂവി സ്വപ്നം കണ്ടിരിക്കുന്ന ഫാൻസിന്റെ അടുത്ത് വന്നിട്ട്, അതും ഗോട്ട് മൂവിയിൽ പാട്ട് എഴുതിയ ആള് ഗംഗയാമനം വന്നിട്ട് പറയാണ് ഇത് ആക്ഷൻ പടമായിട്ടാണ് എല്ലാവരും ചിന്തിക്കുന്നത്, എന്നാൽ ഇത് ആക്ഷൻ മൂവി അല്ല, ഫാമിലി പടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കണ്ട് ചൊറിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാലും ഇദ്ദേഹം എന്ത് കണ്ടിട്ടാകും ഫാമിലി മൂവി എന്ന് പറഞ്ഞതെന്ന് അറിയില്ല. പാട്ട് എഴുതാൻ വരുന്ന ആളാണ്, അതുകൊണ്ട് ഷൂട്ടൊന്നും കാണാൻ വഴിയില്ല. എന്തെങ്കിലുമൊക്കെ പ്ലോട്ട് കിട്ട് പറയുന്നതാണോ ഒന്നും അറിയില്ല. കാരണം ഇതിന്റെ ഷൂട്ടിങ് പാതിമുക്കാലോളം ഫൈറ്റ് സീൻസും ചേസിങ് സീൻസുമാണ് ഉണ്ടായിരുന്നത്. എന്തിന് ബോംബ് ബ്ലാസ്റ്റ് വരെ ഉണ്ട്. ഒരു 50 സെക്കൻഡ് തികച്ചില്ലാത്ത ഗ്ലിംസിന് വരെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. പിന്നെ എങ്ങനെ ഇതൊരു ഫുൾ ഓൺ ഫാമിലി മൂവി ആകും? അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്ലോട്ട് കേട്ടുകൊണ്ട് അത് പറഞ്ഞതാകാനാണ് ചാൻസ്. കാരണം ഗോട്ട് മൂവിയിൽ ഫാമിലി എലിമെന്റ്സ് ഉണ്ട്, പടത്തിന് 100% ഫാമിലി എലിമെന്റ്സ് ഉണ്ട്. അത് പിന്നെ തമിഴ് പടമൊക്കെ എല്ലാവരും ഉണ്ടാവും. ഈ സ്നേഹ, വിജയ്, പോർഷൻസ് എല്ലാം തന്നെ ഫാമിലി റിലേറ്റഡ് കണ്ടന്റ്സ് ആണ് വരുന്നത്. ഫാമിലി പാസൊക്കെ ഉണ്ടാകും. അത് പക്ഷേ വാരിസൊക്കെ പോലൊന്നും ആകില്ല. മെയിൻ പ്ലോട്ട് ആവുന്നു വാരിസിനെ പോലെ ആവുകയില്ല. ഈ കേരള ഓഡിയൻസിന് ഈ പാസം പരിപാടിയൊന്നും തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് പാസം ഉണ്ട് എന്ന പ്രതീക്ഷനെ പോയാൽ മതി. എന്തായാലും സെപ്റ്റംബർ 5 നമുക്ക് എന്താണ് വ്യക്തമായിട്ട് കാണാം. ഫാൻ ഷോ വർക്ക്സ് എല്ലാം തന്നെ നടന്നു പോകുന്നുണ്ട്. 1-2 ഇടത്തൊക്കെ തുടങ്ങിയിട്ടുമുണ്ട്. ഗോകുലം മോഹൻലാണ് ഗോട്ട് മൂവി തൂക്കിയിരിക്കുന്നത്. ദുൽഖർ മൂവിയും മോഹൻലാൽ മൂവിയൊക്കെ സെപ്റ്റംബർ മാസത്തിലാണ് വരുന്നത്. പക്ഷെ അടുപ്പിച്ചല്ല, അതുകൊണ്ട് സ്ക്രീൻ സ്പിറ്റായ വലുതായിട്ട് ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും ഇതാണ് കിട്ടിയ വിവരം. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുക കമന്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ താഴെക്കാണ് ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും തട്ടി വിടുക. സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും തട്ടിയിട്ട് കൊള്ളായിരുന്നു. ഇതാ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.